കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിന്ന് പറയുന്നത് ഡിസംബർ 26-ന്, അതായത് വൃശ്ചികം 41-ന് ഗുരുവായൂരപ്പന് നടക്കുന്ന മഹത്തായ കളഭാഭിഷേകത്തിൻ്റെ കാര്യമാണ്. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ കളഭച്ചാർത്താണ് ഉണ്ടാവുക. ഈ വൃശ്ചികം, അതായത് കൊല്ലത്തിലൊരിക്കൽ മാത്രമാണ് ഗുരുവായൂരപ്പൻ്റെ ദേഹത്ത്, അതായത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ കളഭം കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നത്. വളരെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു കളഭത്തിൻ്റെ കാര്യം. കുങ്കുമപ്പൂവും പനിനീരും കർപ്പൂരവും എല്ലാം ചേർത്തിട്ടുള്ള, ചന്ദനവും ചേർത്ത് വെണ്ണ പരുവത്തിലാക്കിയിട്ട് ഉള്ള അതാണ് കളഭം. ആ കളഭം കൊണ്ടുള്ള അഭിഷേകമാണ് ഗുരുവായൂരപ്പന്. ആ ഒരു കൊല്ലത്തിലൊരിക്കൽ മാത്രമേ അതുണ്ടാവൂ. മണ്ഡലം 41, അതായത് വൃശ്ചികം 41, മണ്ഡലം 41-ന് ആണ് അതുണ്ടാവുക. വൃശ്ചിക മാസം കഴിഞ്ഞ് തുലാമാസം 11 ആവുമ്പോഴാണ് ആ ഒരു സുവിശേഷമായ ഒരു കാര്യം, മഹത്തരമായ ഒരു കാര്യം ഗുരുവായൂരിലുണ്ടാവുക. എല്ലാ വർഷത്തിലും തന്ത്രിവര്യനാണ് അത് ചെയ്യുക. അപ്പോൾ ഗുരുവായൂരത്തെ തന്ത്രി വളരെ അത്രയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നമ്മൾ ഒരു വർഷം ഗുരുവായൂരപ്പനെ ചെന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ശരീരവും മനസ്സും ഒക്കെ ആകെ എന്താ പറയുക, വളരെ ചൂടായിട്ടുണ്ടാവും. ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സാമൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഈ കളഭാഭിഷേകം നടത്തുക. സാമൂതിരിപ്പാടാണ് കളഭാഭിഷേകം സ്പോൺസർ ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം ഗുരുവായൂരിലെ ഏറ്റവും പ്രധാന വഴിപാട് തന്നെ കളഭം തന്നെയാണ്. അപ്പോൾ ആ കളഭം കൊണ്ടുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ പറയാനില്ലല്ലോ. നമുക്ക് ഏകദേശം ഒരു 11-11:30 കൂടിയാണ് കളഭാഭിഷേകം തുടങ്ങുക. അതായത് ഉച്ചപൂജയും കളഭാഭിഷേകവും പഞ്ചഗവ്യമൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകും. 40 ദിവസവും പഞ്ചഗവ്യം ഉണ്ടാവും. വൃശ്ചികം 40 ദിവസവും, മണ്ഡലകാലത്ത് 40 ദിവസവും പഞ്ചഗവ്യം ആടും ആ ഉച്ചപൂജയുടെ മുൻപ്. അതിന് ഈ 41-ാമത്തെ ദിവസം കളഭാഭിഷേകമാണ്. നവകാഭിഷേകം, കളഭാഭിഷേകമൊക്കെയാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനമാണ്. അന്ന് ഭക്തർക്കൊക്കെ ഗുരുവായൂരിലേക്ക് വരാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ആ പ്രസാദം പിറ്റേ ദിവസം നിർമ്മാല്യ ദർശനത്തിന് ശേഷം ഒരു 3:30-4 മണിയോടുകൂടി നമ്മളെ പ്രസാദ കൗണ്ടറിൽ കിട്ടും. കളവും തീർത്തൊക്കെ കിട്ടുമ്പോൾ അത് ഭക്തർക്ക് കിട്ടും. അപ്പോൾ അത് അത്രയും പ്രശസ്തമാണ്. അത്രയും, അതായത് ആ ഭഗവാന്റെ ദേഹത്തുനിന്ന് ഒലിച്ചിറങ്ങുന്ന, ആ ഭഗവാന്റെ എല്ലാ ഭാഗത്തും തൊട്ടു തലോടിയ ആ കളഭം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ പൂർവ്വ പുണ്യ സുകൃതികൾക്കാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രമിക്കൂ. അന്നേ ദിവസം എത്താൻ കഴിയുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ കളഭച്ചാർത്ത് കിട്ടട്ടെ. കളഭാഭിഷേകത്തിൻ്റെ കളഭപ്രസാദം കിട്ടാനിടവരുത്തട്ടെ. ഗുരുവായൂരപ്പനെ ആ കളഭച്ചാർത്തിലൂടെ, ആ കളഭാഭിഷേക സമയത്ത് കാണാൻ സാധിക്കട്ടെ എന്നുകൂടി ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.